റോഡിലും അതുപോലെ തന്നെ ട്രാക്കിലും ഒരുപോലെ പെർഫോം ചെയ്യുന്ന ചില പെർഫോമൻസ് കാറുകളുണ്ട്. ഇത് നമ്മളുള്ളത് അത്തരത്തിലൊരു പെർഫോമൻസ് കാറിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ലോകത്താകമാനം ആവരണം ചെയ്യുകയും ഇപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ഹുറൈക്കാൻ ടെക്നിക്ക. ഇത് നമ്മളുള്ളത് ഡൽഹിയിലാണ്, ടെക്നിക്കയുടെ ലോഞ്ചിലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹുറൈക്കാൻ ടെക്നിക്ക എന്ന് പറയുന്ന മോഡലിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏപ്രിലാണ് ടെക്നിക്ക എന്ന് പറയുന്ന മോഡലിനെ ഹുറൈക്കാൻ എന്ന് പറയുന്ന ശ്രേണിയിൽ ഇവോയുടെയും STOയുടെയും നടുവിലായിട്ട് ലംബോർഗിനി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ആഗോള വിപണിയിലേക്ക് അവതരിപ്പിച്ചത് എന്ന് പറയാം. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഡ്രൈവറെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഹുറൈക്കാൻ ശ്രേണിയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക്ക എന്ന് നമുക്ക് പറയേണ്ടി വരും. ഹുറൈക്കാൻ ടെക്നിക്കയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനേക്കാൾ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം എന്നുള്ളതാണ്. ലംബോർഗിനി വാഹനങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പരിശോധിച്ച് നോക്കുമ്പോൾ ചില എലമെൻറ്റുകൾ കോമൺ ആയിട്ട് നമുക്ക് കാണാറുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഹെഡ് ലാമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വൈ ഷേപ്പ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അതിനകത്ത് കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ ലൈനുകളും ഈ വാഹനത്തെ മനോഹരമാക്കുന്നുണ്ട് എന്ന് പറയാം. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം ഈ ഒരു ഭാഗമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എയറോ ഡൈനാമിക്സത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഭാഗം, ഇത് വേറെ കളറിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ ഒരു ബ്ലാക്ക് ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും സിയാൻ ഹൈബ്രിഡ് ഹൈപ്പർ കാർ എന്ന് പറയുന്ന മോഡലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ടെക്നിക്ക ഉണ്ടായത് എന്ന കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും. അതുപോലെ അവിടെ നമുക്കൊരു കർട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത ഇത് ശരിക്കും ഒരു എയർ കർട്ടനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഗ്രൗണ്ടഡ് ആക്കാൻ ആ ഒരു കർട്ടൻസും കാര്യങ്ങളൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഇതൊരു ലംബോർഗിനി വാഹനമാണ് എന്ന് മുന്നേ പറയാതെ അല്ലെങ്കിൽ ആരോടും പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്കവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ലംബോർഗിനിയുടെ ഒരു ലോഗോയും നമുക്കവിടെ കാണാം. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനേക്കാൾ 30% അധികം ഗ്രൗണ്ട് ഫോഴ്സ് ഈ വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ 20% കുറവാണെന്ത് ഡ്രാഗ് എന്ന് പറയാം. അതായത് കുറച്ചും കൂടി കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ, അത് റോഡിലായാലും ട്രാക്കിലായാലും ഒരുപോലെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഏറ്റവും പുതിയ ടെക്നിക്കയെ ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഇത് നമ്മൾ സൈഡ് ക്യാരക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ആ 6 ഇതളുകളായിട്ട് ക്രമീകരിച്ചിട്ടുള്ള മിററിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് അതേപോലെ തന്നെ 6 ഇതളുകളായിട്ട് കൊടുത്തിട്ടുള്ള വീൽസും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് ലംബോർഗിനിയുടെ ഒരു ലോഗോ കാണാം. പക്ഷേ ഈ ലംബോർഗിനിയുടെ ലോഗോ പ്ലേസ് ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു സാധനത്തിന് മുകളിൽ ഒരു ലോഗോനെ കെട്ടിച്ച പോലെ തന്നെയാണ്. അതുപോലെ 20 ഇഞ്ച് വീലുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സൈഡിൽ ക്യാരക്ടർ ലൈൻസും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് അവിടെ എയർ ഇൻടേക്കിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LP 642 എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കാണാം. എൻജിൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സൈഡിൽ എന്ന് പറയുന്ന സമയത്തും ഇതൊരു ലംബോർഗിനി വാഹനം തന്നെയാണ്. അതിൻ്റെ എല്ലാ ക്യാരക്ടറുകളും ഇതിനകത്തുണ്ട്. പതിഞ്ഞ വാഹനമാണ്. എയറോ ഡൈനാമിസം കറക്റ്റാണ്. ശരിക്കും ഇവോ സീരീസിൽ ഏറ്റവും മികച്ച എയറോ ഡൈനാമിസം ഉള്ളൊരു കാർ ഏതൊക്കെ വേണമെങ്കിൽ ശരിക്കും ടെക്നിക്കയെ വിശേഷിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെയും നമുക്കൊരു എയർ കർട്ടൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ എയറിൻ്റെ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന തരത്തിലാണ് ആ താഴ്ഭാഗത്തെ 2 കർട്ടനുകളെയും ക്രമീകരിച്ചിട്ടുള്ളത്. ലംബോർഗിനി വാഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ടോക്കിംഗ് പോയിന്റ് എൻജിൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിനൊരു V10 എഞ്ചിനാണ്, ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് V10 എഞ്ചിൻ. 640 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്നു, 560 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാസീവ് എഞ്ചിൻ എന്ന് പറയാം. ഒരു V10 ബാഡ്ജിക്കൊക്കെ അവിടെ കാണാം. 3.2 സെക്കൻഡ് കൊണ്ട് 0 to 100 ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എഞ്ചിൻ്റെ പ്രത്യേകത. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഹുറൈക്കാനിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി വ്യത്യാസങ്ങളുണ്ട്. ബാക്ക് ബമ്പറും അതുപോലെ തന്നെ ആ ഒരു എക്സോസ്റ്റും ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി ഒരു അഗ്രസീവ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഒരു മാസ് അല്ലേ, അങ്ങനെ ഒരു ഫീൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റ് കാണാം. അതിനകത്തും ആ ഒരു വൈ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റ് വരുന്നത് ആ 6 ഇതളുകളായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആ 6 ഇതളുകളൊക്കെ ലംബോർഗിനിയുടെ ഒരു കൂടപ്പിറപ്പായിട്ട് നമുക്കിതിനകത്ത് കാണാം അല്ലേ. ഹുറൈക്കാൻ ടെക്നിക്ക എന്നതൊരു ബാഡ്ജ് കാണാം. നമ്പർ പ്ലേറ്റ് ഇവിടെ കൊടുക്കട്ടോ ഇതിന് പകരം. നൈസ്. ബാക്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസറുകൾ കാണാം. കിഡ് പ്ലേറ്റിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ബാക്ക് കുറച്ചുകൂടി കണ്ട് പൊന്തിയ പോലെ ഒരു ഫീൽ ഉണ്ടല്ലോ, കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്ത പോലത്തെ ഒരു ഫീൽ ശരിക്കും ബാക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. എഞ്ചിനകത്ത് ലംബോർഗിനിയുടെ ബാഡ്ജിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും ആസ് യൂഷ്വൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഇട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെയൊക്കെ കാർബൺ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ഒരു ഡിസൈൻ കാണാം. നമ്മൾ ലോഞ്ചിലായതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സൗകര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നിന്നിട്ടാണ് ഇന്ന് നമ്മൾ ഇൻറ്റീരിയറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കളർ തീമിനെ കുറിച്ച് പറയാം. അൽക്കണ്ടാറ മെറ്റീരിയലും അതുപോലെ തന്നെ ലെതറും അതിനിടയിലൂടെ ഒരു ബ്ലൂ കളറും വന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക്കകളിൽ. 200+ കളർ തീമുകൾ ഈ വാഹനത്തിന് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്യാം. വീലുകൾ മാറ്റാം, കളർ മാറ്റാം, ഇൻറ്റീരിയറിൻ്റെ കളർ ടോണൊക്കെ ഒരു പക്ഷേ മാറ്റാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സീറ്റിൽ നിന്ന് ആരംഭിക്കാം അല്ലേ. ശരിക്കും ലംബോർഗിനിയുടെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് ആ ഒരു ലോഞ്ച് ചെയ്യുന്ന സമയത്തുള്ള പുഷ് ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ,
അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഒരു ബക്കറ്റ് സീറ്റ് പോലത്തെ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റ്. ഹെഡ് റെസ്റ്റൊക്കെ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഫൈബറിലാണ് ഡിസൈൻ ചെയ്തത്. ഇവിടെ നമുക്ക് ടെക്നിക്ക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടെക്നിക്കയുടെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലൂ കളർ, ഒരു ബ്ലാക്ക്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഭാഗം, അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗം, ആ ഭാഗം അൽക്കണ്ടാറ മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലോങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കംഫർട്ട്, അതായത് ചെറിയ ലൈറ്റായിട്ട് നമ്മളെ ബാക്കിലൊരു വെന്റിലേഷൻ വർക്ക് ചെയ്യുന്നൊരു ഫീൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇനി സെൻട്രൽ കൺസോളിലേക്ക് നോക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കണ്ണിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും ആ ഒരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തെ ആയിരിക്കും. യെസ്, ഇതിനകത്തൊരു ടച്ച് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ലംബോർഗിനി കണക്ട് എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് ആപ്ലിക്കേഷനുണ്ട്. അതായത് നമുക്ക് മൊബൈലൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് എഞ്ചിൻ ഓൺ ചെയ്യുന്ന ഭാഗങ്ങൾ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷൻ്റെ ഭാഗവും കാണാം. ഒരു 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ആസ് യൂഷ്വൽ പെർഫോമൻസ് ആണല്ലോ മെയിൻ. അതുപോലെ തന്നെ ഒരു ബ്ലൂ ലെതർ ഹാൻഡ് റെസ്റ്റിൻ്റെ ഭാഗം കാണാം. ഒരു പാർക്കിംഗ് ബ്രേക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ആസ് യൂഷ്വൽ ലംബോർഗിനിയുടെ തന്നെ ആ ഒരു ഡി ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീല്. അതിനകത്ത് 3 ഡ്രൈവ് മോഡുകളുണ്ട്. അതായത് ഇവിടെ ഉണ്ടാവും സ്ട്രാഡ, സ്പോർട്ട്, കോഴ്സ. പാസ് ലൈറ്റ്, അതുപോലെ വൈപ്പറിൻ്റെ കൺട്രോളും ഒക്കെ അതിന്മേൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ് ബോർഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലംബോർഗിനിയുടെ ബാഡ്ജിങ് കാണാം. 6 ഇതളുകളായിട്ടുള്ളൊരു സാധനം അങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലേ, അത് AC വെൻറ്റുകളാണ്. അത് 2 സൈഡിലും അകത്തിലാണ് ക്രമീകരിച്ചത്. നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കുറച്ച് കൺട്രോളുകൾ കാണാം. സസ്പെൻഷൻ അപ്പ് ചെയ്യാനുള്ള കൺട്രോൾ, അതുപോലെ തന്നെ നമ്മുടെ വിൻഡോൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പ്, ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ ഈ ഡോറ് ഇതൊരു ഫ്രെയിംലെസ് ഡോറാണ്. ഇതാത്തി കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അൽക്കണ്ടാറ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെതർ ട്രിമുകൾ കാണാം. ഒരു 6 ഇതളുകളായിട്ടുള്ള മിററിൻ്റെ കൺട്രോൾസ് അവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ സെൻസനൻ, അതായത് ലംബോർഗിനിയുടെ മ്യൂസിക് സിസ്റ്റം, അതിൻ്റെ ഒരു ബാഡ്ജിങ്. അതും 6 ഇതളുകളുള്ള ഒരു ബാഡ്ജാണ് കൊടുത്തുള്ളത്. അതിനകത്ത് 6 ഇതളുകൾ കാണാം. ഇനി ഇവിടെ ഹുറൈക്കാൻ്റെ ഒരു സ്കഫ് പ്ലേറ്റ് ഉണ്ടോ, അതും 6 ഇതളുകൾ. ഈ 6 ഇതളുകളും ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം കണ്ടോ, ഈ ഡോറിന് ഇതുണ്ടോ, ഈ സാധനം വന്ന് ലോക്കാവുന്നത് ശരിക്കും ഇവിടെയാണ് ആണോ, അതും 6 ഇതളുകളാണ്. ഈ 6 ഇതളുകളും ലംബോർഗിനിയും തമ്മിൽ കാര്യമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. 3.2 സെക്കൻഡ് കൊണ്ട് 0 to 100 എത്താൻ കഴിയുന്ന, ഡെയിലി ലൈഫിൽ അതായത് റോഡിലും അതുപോലെ തന്നെ ട്രാക്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ലംബോർഗിനിയുടെ ഹുറൈക്കാൻ സീരീസിൽ വിടുന്ന ടെക്നിക്ക എന്ന് പറയുന്ന മോഡലിനെ വളരെ പെട്ടെന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവോയുടെയും STOയുടെയും ഇടയിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. 4.04 CR ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ലംബോർഗിനി ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ രസകരമായിട്ടുള്ള വിശേഷങ്ങളും രസകരമായിട്ടുള്ള വീഡിയോകളും വാഹന ലോകത്തെ കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ കണ്ടുമുട്ടുന്നവരെ ചെറിയൊരു ബ്രേക്ക്.